ഹലോ ഗായ്സ്, ഈ വ്ളോഗിൽ റിഷാൻ്റെ വെഡ്ഡിങ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും പോയി അത് കാണാം. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാകും, ഓഫ് കോഴ്സ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോഹിൻ ഫുഡ് കഴിച്ച് ക്ഷീണതയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ചേണ്ടത്, കുറച്ച് പേരുള്ളത് ഭയങ്കരമായി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ പോകുമ്പോൾ തന്നെ. ഇവരെപ്പോൾ ഇറങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. എനിക്കിന്നും കിട്ടി, എപ്പോഴും കാലാണ്, പക്ഷെ ഇതിലൊന്നും ഇല്ലാത്ത കാലാണ്. അതിന് നല്ല വാവുമായിട്ട് നമ്മുടെ നിത്യക്ക് വീണ്ടും ലെഗ് പീസ് തന്നെ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. നിത്യക്ക് ലെഗ് പീസ് എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു. അങ്ങനെ ഫൈനലി അവൾക്ക് വീണ്ടും ലെഗ് പീസ് കിട്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ലെഗ് പീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലെഗിൻ്റെ എല്ല് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സന്തോഷമായി. ഞാനും ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഫുഡ് വന്നിട്ട് ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ബിരിയാണി റൈസ്, സലാഡ്, പിക്കിള്, പിന്നെ നമ്മുടെ പാലക്കാട് സ്റ്റൈലിൻ്റെ ഒരു കറി ഉണ്ട്, കായ്ച്ചേറ് കറി, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു ആക്ച്വലി. അങ്ങനെ ചിക്കൻ ഫ്രൈ മാത്രം വാങ്ങിയിട്ടുള്ള ഉന്നത്തിലായിരുന്നു നിൽക്കുക. ചേച്ചി കുറച്ച് ചിക്കൻ, ചേച്ചി കുറച്ച് ചിക്കൻ, ഇതായിരുന്നു ഫുൾ ടൈം അവിടെ നിന്ന് പാട്ട്. പായസം വേണ്ട, ഞാൻ കുടിക്കില്ല. വിവേകിന് വേണം പായസം, വേണം. ശരി, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പായസം കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ അത് കണ്ടത്. ബാക്കിൽ നല്ല പാടം, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് രണ്ടൊക്കെ ഒപ്പിനിയൻ ചെയ്തത് പായസം വേണ്ടി. അതെ അതെ, സത്യം സത്യം. നല്ല അടപ്പായസം അല്ലെങ്കിലും സേമിയ പായസം തന്നെ നല്ല അടപ്പായസം പോലെ അത്രയും. ഞാനൊരു ഗ്ലാസ് കുടിച്ചു. അടുത്തതാ ഇവരിന്റെ കല്യാണമാണ് ഗൈസ്. ട്വിൻസിന്റെ കല്യാണം കാണാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കുക. അത് ഞാൻ ചെറുപ്പത്ത് എന്റെ ഉമ്മാന്റെ മാമാന്റെ കല്യാണത്തിന് എന്റെ ഉമ്മ നല്ല സാരി എടുത്തു. ഞങ്ങൾ LKG പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു നല്ല സാരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വാങ്ങി തരാട്ടാ പറഞ്ഞു. അപ്പൊ ഇവര് പറയാം ഞങ്ങൾ കല്യാണം പറയുമ്പോ എനിക്ക് സാരി വാങ്ങി തന്നു. നീ ഇപ്പൊ എന്ത് ചെയ്യാണ്? പായസം കുടിച്ച് അന്തമില്ലാണ്ട് പോയ എൻ്റെ 3 വാലുകൾ എന്നെ തപ്പി തപ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ വരില്ല. എല്ലാവരും ചെയ്തിട്ട് ചെയ്യാത്ത പിന്നെ ഓഫ്കോഴ്സ് കുറച്ച് നേരം ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീൽ എടുക്കാനുള്ള കുറച്ച് പ്രിപ്പറേഷൻസിലായിരുന്നു. സംഭവം അൺഎക്സ്പെക്റ്റഡ് കിട്ടുകയും വേണം എന്ന് മൊത്തം എക്സ്പെക്റ്റ് ചെയ്ത് അഭിനയിച്ച് കൊളവാക്കുക. അതാണ് ഏറ്റവും ഞങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടി. നിങ്ങൾ ആ റീൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ചെക്കൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കസിൻസും എല്ലാവരും ആയിരുന്നു. അവർ കല്യാണത്തിന് ആമ്പിള്ളേരെ കുറച്ച് ഷോ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു. മെയിനായിട്ട് നമ്മൾ ഉത്സാഹ ഹോട്ടലിൽ കണ്ട ഒരു വണ്ടിയായിരുന്നു കല്യാണത്തിന് ഹൈലൈറ്റ്. ഖദീജ വീലായിരുന്നു ആ വണ്ടീൻ്റെ പേര്. ശരിക്കും അടിപൊളി ലുക്കായിരുന്നു ആ വണ്ടി കാണാൻ. ഭയങ്കര വിൻറ്റേജ് ഫീലായിരുന്നു. എന്താടി മേലെ പോണു? എടി എനിക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തടി പ്ലീസ്. ഐഫോണുകാരുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? കൂടെയുള്ള എല്ലാവർക്കും നല്ല ഫോട്ടോസ് കിട്ടും, പക്ഷെ നമുക്ക് മാത്രം കിട്ടില്ല. അതുപോലെ എനിക്കും കിട്ടിയില്ല. അവരെനിക്ക് ഫോട്ടോ എടുത്തു തന്നു. നല്ല അലമ്പായിരുന്നു. അവിടെ ഞാൻ ഇവിടെ വേറെ ഇടുന്നില്ല. അങ്ങനത്തെ സ്ഥലമാണ്.
രണ്ടു വഴിക്കും വഴി കൂടി പോകും. ആ അതിൽ കൂടെ പോകുന്നു. അതെ, എവിടെ കണ്ണാടി ഉണ്ടായാലും അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം. ആര് കല്യാണം കഴിഞ്ഞ് പോയാലും ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അഫ്കോഴ്സ് ഋഷി പോണതിൽ നല്ല സങ്കടമുണ്ട്. പക്ഷെ അവൾ എങ്ങോട്ടും പോകണില്ലല്ലോ. ഋഷുക്കാൻ്റെ ഒപ്പം അഫ്കോഴ്സ് നല്ലൊരു ലൈഫ് ഇനി ഉണ്ട്, ഒരു സച്ച് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് വീട്ടിലോട്ട് പോകുക എന്നുള്ളത്. പക്ഷെ അവളുടെ വീട്ടുകാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഒരേപോലെ സെയിം കളർ കോഡൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ. ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയില്ല മുസ്ലിംസിൻ്റെ കല്യാണം ഭയങ്കര ലേറ്റ് ആവും. നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോൾ 4-4:30 ആയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമേ ആ ടൈമിൽ ഓഡിറ്റോറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് കുറച്ച് ഫോട്ടോസ് വേണം വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി. വിസ്മയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്തൊക്കെ മൂഞ്ചി. ഞാൻ പിന്നെ കുറച്ച് ഒരു റീൽ എടുക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. റീൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ബാക്കി റീലിൻ്റെ ബാക്കി സെക്ഷനിലായിരുന്നു ഇതൊക്കെ. എന്താണ് ബിരിയാണി മതിയില്ല? മതിയായി. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഇടുന്നത് മതിയാവാൻ വേണ്ടി. എന്നിട്ടാണ് എത്ര വട്ടം കഴിച്ചു ആര്യ? എന്നിട്ട് അവൾ എത്ര വട്ടം കഴിച്ചു? 3 വട്ടം. 3 വട്ടം കഴിച്ചിട്ടാണ് അവൾ പറയുന്നത്. ഇല്ല ഗൈസ്, ഒരു വട്ടം. ഇങ്ങോട്ട് വാ എവിടേക്കാണ്? വാടാ ഇങ്ങോട്ട്, ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് വാ. എനിക്ക് മറ്റേ സോഡ മതി. എന്താ നീ നന്നായിട്ട് കുടിച്ചിട്ടായിരിക്കുന്നത്? അത് കുടിച്ചിട്ട് കുടിക്കേ. ആര്യ ശരി, വായോ. ബൈ 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 ബൈ. മിസ്സേ എന്തരീ നിനക്ക് ഇന്നൊരു ഉഷാറില്ലടി. വീഡിയോ എടുത്തേക്കണേ. ഇല്ലടി, ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് പറഞ്ഞില്ലേ, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതായത് കുട്ടി സംസാരിക്കാൻ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. സംസാരിക്കുന്നതിൽ പല വേക്കൻസി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കിതാവില്ല, ഈ പണി ആവില്ല. വേറെ ഡൊള്ളു എവിടെ? ഓഫ്കോഴ്സ് ഞങ്ങളും കുറേ നാളത്തിന് ശേഷം കണ്ടുമുട്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ടൈമായി. ഇനി കുറേ ദിവസത്തിന് ശേഷം എപ്പോഴാണ് ഞങ്ങൾ കാണാമെന്ന് പോലും ഞങ്ങൾക്ക് പോലും അറിയില്ല. ആക്ച്വലി കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇവരെ വരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. അവരെ രണ്ടുപേരും അങ്ങനെ ബസ് കയറിപ്പോയി. ബൈ ബൈ. എപ്പോഴാണ് ഞങ്ങൾ കാണാൻ പറ്റും. ലെറ്റ്സ് സീ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സീ യു. ടേക്ക് കെയർ.